നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും ഈദ് നമസ്കാരം നടന്നു. വർണ്ണക്കാഴ്ചയൊരുക്കി പ്രസിദ്ധമായ ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല. ആനയും കാളയും കുതിരയും തേരുമെല്ലാം പൂരപ്രേമികളിൽ ആവേശം നിറച്ചു. പാലക്കാട് തൃശൂർ ദേശീയപാത വഴക്കുംപാറയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി വിനായക്കാണ് മരിച്ചത്. മണ്ണാർക്കാട് റോഡ് നവീകരണത്തിന്റെ മറവിൽ പാടം നികത്തൽ. റോഡിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണിന്റെ കൃത്യമായ കണക്ക് ബോധിപ്പിക്കണമെന്ന് KRFP അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്ന് സ്നേഹവും സൗഹൃദവും പങ്കിട്ടു. വ്രതവിശുദ്ധിയുടെ നിറവിൽ വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ നടന്ന പ്രാർത്ഥനയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങൾ പങ്കുകൊണ്ടു. കുടുംബ സന്ദർശനം നടത്തിയും സ്നേഹ സന്ദേശങ്ങൾ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കിയുമെല്ലാം പെരുന്നാൾ ദിനം വിശ്വാസികൾ മധുരകരമാക്കി. ദാനധർമ്മങ്ങളിലൂടെ പാവപ്പെട്ടവനും സമ്പന്നനും എന്ന അന്തരമില്ലാതാക്കി പരസ്പര സഹവർത്തിത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം കൂടിയും ചെറിയ പെരുന്നാൾ നൽകുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനകളിൽ പെരുന്നാൾ ദിന സന്ദേശവും പണ്ഡിതർ നൽകി. മണ്ണാർക്കാടും ചെറിയ പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. മണ്ണാർക്കാട് ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മഹല്ലുകളെ സംയോജിപ്പിച്ചാണ് ഈദ് നമസ്കാരം നടത്തിയത്. മണ്ണാർക്കാട് GMUP സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് വീരാപ്പു അൻസാരി നേതൃത്വം നൽകി. ഒരു മാസക്കാലം അള്ളാഹുവിനെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ വാഴ്ത്തുകയും ചെയ്തവർ തുടർന്നുള്ള ജീവിതത്തിലും അള്ളാഹുവിൽ നിന്നും അകലാൻ പാടില്ലെന്നും അദ്ദേഹത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണമെന്നും വീരാപ്പു അൻസാരി സന്ദേശം നൽകി. ഒരു പരിശീലനത്തിന്റെ കളരി മാത്രമല്ല, ഒരു മത്സരത്തിന്റെ കളരി കൂടിയാണ്. മത്സരത്തിൽ എല്ലാവർക്കും മികച്ച വിജയം കാഴ്ചവെക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവരും ഉന്നതമായ വിജയം നേടുന്നവരുമുണ്ട്. അതുപോലെ തന്നെയാണ് വിശുദ്ധ റമദാനിലെ നമ്മുടെ ഓരോ കർമ്മങ്ങളും അതെല്ലാം അല്ലാഹുവിങ്കൽ സ്വീകാര്യമായി തീരുന്നത് നമ്മുടെയൊക്കെ ആത്മാർത്ഥതയും തഖ്വയും മാനദണ്ഡമാക്കിക്കൊണ്ടായിരിക്കുമെന്നത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. നമസ്കാരത്തിന് ഒരു വരിയിൽ ഒരു സഫിൽ 10-20 ആളുകൾ നിൽക്കാറുണ്ട്. 20 ആളുകളുടെയും പ്രവർത്തനങ്ങൾ ഒരുപോലെയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക നമസ്കാരം നടത്തുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. മണ്ണാർക്കാട് റോഡ് നവീകരണത്തിന്റെ മറവിലും പാടം നികത്തൽ. മണ്ണാർക്കാട് 2 വില്ലേജിൽ 2 നെല്ലിപ്പുഴ ആനമുളി റോഡ് പണിയുടെ മണ്ണ് പാടത്ത് തള്ളി. റോഡിൽ നിന്ന് നീക്കുന്ന മണ്ണിന് കൃത്യമായ കണക്ക് ബോധിപ്പിക്കണമെന്ന് KRFP അധികൃതർ. പാടം നികത്താൻ പല മാർഗങ്ങളാണ് മാഫിയ ഉപയോഗപ്പെടുത്തുന്നത്. സാധ്യമായ എല്ലാ വഴികളും ഉപയോഗിച്ച് പരമാവധി തണ്ണീർത്തടങ്ങൾ നികത്തുകയാണ് ലക്ഷ്യം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ 4 മാസത്തിനിടെ ഏക്കർ കണക്കിന് പാടങ്ങളാണ് മണ്ണാർക്കാട് നികത്തിയത്. 3 വിള നെല്ല് കൃഷി ചെയ്തിരുന്ന പാടങ്ങൾ പറമ്പുകളാക്കി മാറ്റി. നവീകരണം നടക്കുന്ന മണ്ണാർക്കാട് ആനക്കട്ടി റോഡിലെ മണ്ണ് കൂട്ടിയിടുന്നതിൻ്റെ മറവിലാണ് ചിലയിടങ്ങളിൽ പാടം നികത്തുന്നത്. പഴയ റോഡ് പൊളിച്ച ടാറും കല്ലുകളും അടങ്ങിയ മണ്ണ് നികത്തേണ്ട പാടത്ത് കൂട്ടിയിടും. ഇതിനു ചുറ്റുമായി കുന്നിടിച്ചുള്ള മണ്ണ് ഉപയോഗിച്ച് നികത്തും. അധികൃതരോ ജനങ്ങളോ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാൽ റോഡ് പണിയുടെ മണ്ണാണെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത്. തെങ്കരയിൽ ഇത്തരത്തിൽ കൂട്ടിയിട്ട മണ്ണ് വില്ലേജ് ഓഫീസർ ഇടപെട്ട് അവിടെ നിന്ന് നീക്കം ചെയ്തു. നെല്ലിപ്പുഴ പാലത്തിനു സമീപവും ഇത്തരത്തിൽ റോഡിലെ മണ്ണ് നിക്ഷേപിക്കുന്നുണ്ട്. ഇക്കാര്യം ചോദിച്ചപ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്ന എഗ്രിമെന്റിലാണ് മണ്ണിടുന്നതെന്നാണ് മണ്ണിടുന്നവരുടെ വിശദീകരണം. അതേസമയം റോഡിൽ നിന്ന് നീക്കുന്ന മണ്ണ് പാടത്തും തണ്ണീർത്തടങ്ങളിലും നിക്ഷേപിക്കുന്നതിന് ഒരിടത്തും
KRFP അനുമതി നൽകിയിട്ടില്ലെന്നും നിയമവിരുദ്ധമായി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും KRFP അധികൃതർ അറിയിച്ചു. റോഡ് പണിയുടെ മണ്ണ് കൈകാര്യം ചെയ്യുന്നതിൽ നിയമലംഘനമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം KRFPക്ക് ഉണ്ടെന്ന് മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ അറിയിച്ചു. പാലക്കാട് തൃശൂർ ദേശീയപാത വഴക്കുംപാറയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശ്രീകൃഷ്ണപുരം സ്വദേശി മരിച്ചു. ചെറുമുറ്റത്തൊടി വീട്ടിൽ വിനായകാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. പിക്കപ്പ് വാനിന് പിറകിൽ വിനായക് സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വിനായക് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 വഴക്കുംപാറ മേൽപ്പാത ആരംഭിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനിന് പിറകിൽ ഇതേ ദിശയിൽ പോകുകയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ ദേശീയപാതയോരത്തെ അയൺ ക്രാഷ് ബാരിയറുകൾ തകർത്ത് സർവീസ് റോഡിലേക്ക് മറിഞ്ഞു. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വർണ്ണക്കാഴ്ചയൊരുക്കി തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേല ആഘോഷിച്ചു. വൈകിട്ട് 5 മണിയോടെ വേലകൾ പന്തലങ്ങാടൻ മലയുടെ താഴ്വാരത്തുള്ള പൂരപ്പറമ്പിൽ അണിനിരന്നു. ആനയും കാളയും കുതിരയും തേരും പൂരപ്രേമികളിൽ ആവേശം വിതറി. പൊള്ളുന്ന മീനച്ചൂടിലും ആവേശം ചൊരിഞ്ഞാണ് തിരുവാഴിയോട് തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷിച്ചത്. തിറ, പൂതൻ, കരിവേല, കാള, കുതിര, കോയ്ക്കോലങ്ങൾ, വാദ്യമേളങ്ങൾ, ഗജവീരന്മാർ എന്നിവ ഉത്സവത്തിന് ചന്തം ചാർത്തി. വൈകിട്ട് 6 മണിയോടെയായിരുന്നു വേലയിറക്കം. തേനേഴി മനക്കുതിരയായിരുന്നു ഏക കുതിര. പാലാടൻ മലക്കാള നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദേവപ്രശ്നവിധി പ്രകാരം വീണ്ടും എത്തി. പാനിറങ്ങിയ ശേഷം കുതിരയും കാളയും തട്ടിൽ മേൽക്കൂത്തും കാവിറങ്ങി. തുടർന്ന് ക്രമപ്രകാരം ആനപ്പൂരവും ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്തു. വിവിധ ദേശങ്ങളിൽ നിന്നായി 40ഓളം ഗജവീരന്മാരാണ് ഇത്തവണ അണിനിരുന്നത്. പകൽ വേലയ്ക്ക് ശേഷം ഡിജിറ്റൽ വെടിക്കെട്ടുണ്ടായി. ഇടവേള.
വാർത്തകൾ തുടരുന്നു. പടക്കം കയറ്റി വന്ന ലോറി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അപകടത്തിൽപ്പെട്ടു. പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന ലോറി താഴേക്കോട് പെട്രോൾ പമ്പിന് സമീപത്തെ വളവിൽ മറിഞ്ഞാണ് അപകടം. അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടെ താഴേക്കോട് പെട്രോൾ പമ്പിന് സമീപത്തെ വളവിലാണ് ലോറി മറിഞ്ഞത്. ലോറിയിൽ പടക്കമാണെന്ന് വാഹനത്തിലുള്ളവർ പറഞ്ഞതിനാൽ സമീപത്തുള്ളവർ പരിഭ്രാന്തിയിലായി. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും പെരിന്തൽമണ്ണയിൽ നിന്നും മണ്ണാർക്കാട് വട്ടമ്പലത്തു നിന്നും അഗ്നിശമന സേനയെത്തി രംഗം ശാന്തമാക്കി. വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 4 പേരുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലേക്ക് വിഷു വിപണിക്കായി എത്തിച്ച പടക്കമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിന്റെയും പെരിന്തൽമണ്ണ അഗ്നിശമന സേനയുടെയും സാന്നിധ്യത്തിൽ പടക്കങ്ങൾ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിക്കയറ്റി. പുണ്യ റംദാനോടനുബന്ധിച്ച് കേരള നദുവത്തുൽ മുജാഹിദീൻ ഒറ്റപ്പാലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് നടന്നു. ഇദ്രീസ് സ്വലാഹി നേതൃത്വം നൽകി. കേരള നദുവത്തുൽ മുജാഹിദീൻ ഒറ്റപ്പാലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈദ്ഗാഹ് നടന്നത്. ഒറ്റപ്പാലം BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഈദ്ഗാഹിന് ഇദ്രീസ് സ്വലാഹി നേതൃത്വം നൽകി. മതവും മതമൂല്യങ്ങളും മനുഷ്യ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് മഴ വർഷിപ്പിച്ചു തരുന്ന ആകാശങ്ങളെയും ഭൂമിയെയും മലകളെയും മരങ്ങളെയും താഴ്വരകളെയും കടലുകളെയും സാഗരങ്ങളെയും ഒക്കെ പടച്ച മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവാണവൻ. ആ അല്ലാഹുവേ, നീയാണ് വലിയവൻ. വീണ്ടും രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പൗരത്വ നിയമങ്ങളും ഏക സിവിൽ കോഡുമൊക്കെ നാം ഇന്ത്യൻ ജനത എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ നിഷേധമാണെന്നും ഇദ്രീസ് സ്വലാഹി പറഞ്ഞു. നിരവധി വിശ്വാസികൾ ഈദ്ഗാഹിൽ പങ്കെടുത്തു. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഒറ്റപ്പാലം 19-ാം മൈൽ ജുമാ മസ്ജിദിൽ ഈദ് നമസ്കാരം നടന്നു. സ്വാലിഹ് സക്കാഫി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കാളികളായി. എടത്തനാട്ടുകര പടിക്കപ്പാടം മസ്ജിദ് നൂറിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുറഹ്മാൻ മൗലവി നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. അലനല്ലൂർ ടൗൺ സലഫി ജുമാ മസ്ജിദ് കമ്മിറ്റി KNM യൂണിറ്റ് അലനല്ലൂർ ഗാലക്സി സ്കൂളിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് മുഹമ്മദ് അലി മിഷ്കാത്തി നേതൃത്വം നൽകി. സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ചിന്തയും മലയാളികളിൽ നിന്നും കലകളിൽ നിന്ന് പോലും മാറ്റി നിർത്താത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും ഉള്ളിൽ നിന്നിങ്ങനെ തികട്ടി വരികയാണ്. കാക്ക പോലെ കറുകറുത്ത പത്തിരി പോലെ പരന്ന മൂക്കിന്റെ ഉടമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ ഉദ്ഘാടനത്തിന്റെ അന്ന് പ്രിയപ്പെട്ടവരെ താങ്ങിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് കഅബയുടെ ഭിത്തിയുടെ മുകളിൽ കയറി എല്ലാവരും പ്രതീക്ഷിച്ചു എന്നെ വിളിക്കുമെന്ന്. ഇല്ല, ആരെയും വിളിച്ചില്ല. ആ നീഗ്രോ വർഗക്കാരനായ കറുത്ത മുത്ത് ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ബാങ്കിന് വിളിക്കുകയാണ്. അലനല്ലൂർ മുണ്ടത്ത് പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് C മുഹമ്മദ് കുട്ടി ഫൈസി നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വേനൽ ചൂട് രൂക്ഷമായതോടെ കവുങ്ങുകൾ ഉണക്ക് ഭീഷണിയിൽ. വിളവ് ലഭിക്കുന്ന കവുങ്ങുകളുടെ പട്ടകൾ വ്യാപകമായാണ് ഉണങ്ങുന്നത്. കോട്ടോപ്പാടം, തിരുവിഴാംകുന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള കവുങ്ങുകളുടെ കാഴ്ച. ചൂട് 40 ഡിഗ്രിയിലധികമായി. തോടുകൾ വറ്റി വരണ്ടു. ഇതോടെ പാടശേഖരങ്ങളിൽ വലിയ വരൾച്ചയാണ് നേരിടുന്നത്. വെള്ളത്തിന്റെ വലിയ കുറവ് മൂലം കവുങ്ങുകൾക്ക് പോലും രക്ഷയില്ലാതെയായി. വിളവ് ലഭിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള കവുങ്ങുകൾ ഇപ്പോൾ ഉണക്ക് ഭീഷണിയിലാണ്. മിക്ക കവുങ്ങുകളുടെയും പട്ടകൾ ഉണങ്ങി നിൽക്കുന്നു. പുതിയതായി വന്ന പട്ടകൾക്കും ഉണക്ക് ബാധിക്കുന്നുണ്ട്. ചൂടിന്റെ കാഠിന്യം കൊണ്ട് കായ്കൾ പിടിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. പ്രശ്നത്തിന് ജലസേചനം മാത്രമാണ് പരിഹാരം. എന്നാൽ സമീപത്തെ തോടുകൾ വറ്റിയതിനാൽ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ. കോട്ടോപ്പാടം, തിരുവിഴാംകുന്ന് മേഖലയിലെ മിക്ക കവുങ്ങ് കർഷകരും ഈ പ്രതിസന്ധി നേരിടുന്നവരാണ്. കവുങ്ങിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രം ഉപജീവന മാർഗം കണ്ടെത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. വൈകാതെ നല്ലൊരു മഴ ലഭിച്ചില്ലെങ്കിൽ വിഷയം അതീവ ഗൗരവമാകും. ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ ലോക്സഭാ ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് അച്ചടി പൂർത്തിയായി. പാലക്കാട്, പൊന്നാനി, മലപ്പുറം, ആലത്തൂർ മണ്ഡലങ്ങളിലെ
പോസ്റ്റൽ ബാലറ്റ് അച്ചടിയാണ് സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. അസിസ്റ്റന്റ് സൂപ്രണ്ട് ജയപ്രകാശിൽ നിന്നും മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി ബാലറ്റ് ഏറ്റുവാങ്ങി. ജനറൽ ഫോർമാൻ തുളസീധരൻ, അസിസ്റ്റന്റ് ഫോർമാൻ ഷീന NP, പ്രിന്റിംഗ് അസിസ്റ്റന്റ് ഫോർമാൻ വി സുകുമാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ശ്രീകൃഷ്ണപുരം കർഷകശ്രീ ഫാർമേഴ്സ് കോർപ്പറേഷൻ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുമായി ചേർന്ന് ഏകദിന സസ്യകൃഷിയുടെ രീതികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ശില്പശാല നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സി ലീല ഉദ്ഘാടനം ചെയ്തു. സി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെന്റർ ഫോർ ഇന്ത്യ മെഡിക്കൽ ഹെറിറ്റേജ് കാഞ്ചിക്കോട് കൃഷി ഓഫീസർ കെ ശശികുമാർ, അഗ്രോണമിസ്റ്റ് ബെഞ്ചമിൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. രഞ്ജിനി വി നായർ, മുരളീധരൻ AK, വിജയൻ, സുരേന്ദ്രൻ, രാജൻ കല്ലംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ലാഭം ഉണ്ടാക്കാൻ പറ്റുക, കർഷകർ ഒരിക്കലും തന്നെ അവരുടെ ആ കൃഷിപ്പണി വിട്ട് അതിനോട് സ്നേഹിക്കുന്ന, എപ്പോഴും അവരുടെ കൃഷിത്തോട്ടവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ് നമ്മുടെ അന്നദാതാക്കളാണ്. അപ്പോൾ ഈ കർഷകരെയാണ് നമ്മൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതും ഉയർത്തിക്കൊണ്ടുവരേണ്ടതും. അവർ ആ കൃഷി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും അവർ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവനും ജീവിതത്തിനും തന്നെ അത് വളരെ പ്രതിസന്ധിയാണ്. സംസ്ഥാനത്തെ കനത്ത ചൂട് KSEBയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് കടന്നതോടെ ട്രാൻസ്ഫോമറുകൾ വരെ അടിച്ചു പോകുന്ന നിലയിലെത്തിയിട്ടുണ്ട്. ഇതോടെ ഉപഭോക്താക്കളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് KSEB. കനത്ത ചൂട് വലിയ വെല്ലുവിളിയാണ് സംസ്ഥാനത്ത് ഉയർത്തുന്നത്. പുറത്തു മാത്രമല്ല വീടിനകത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. AC-യും ഫാനുമെല്ലാം മുഴുവൻ സമയവും പ്രവർത്തിപ്പിക്കേണ്ട അവസ്ഥ. ഇത് KSEBയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് കടന്നതോടെ ട്രാൻസ്ഫോമറുകൾ വരെ അടിച്ചു പോകുന്ന നിലയിലെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇതോടെ ഉപഭോക്താക്കളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് KSEB. രാത്രിയിലാണ് ആവശ്യകത റെക്കോർഡ് തലത്തിലേക്ക് ഉയരുന്നത്. ലോഡ് കൂടി 11 kV ലൈനിൻ്റെ പ്രവർത്തനം താറുമാറാകുന്നതാണ് പ്രതിസന്ധിയുണ്ടാക്കുന്നത്. ഈ സാഹചര്യം ഒഴിവാക്കാൻ രാത്രിയിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതും അയൺ ചെയ്യുന്നതും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും ഒഴിവാക്കണമെന്നാണ് KSEBയുടെ അഭ്യർത്ഥന. 5000 വാട്ട്സിന് മുകളിലുള്ള ഉപഭോക്താക്കൾ 3 ഫേസിലേക്ക് മാറാത്തതും വൈദ്യുതി വിതരണ ശൃംഖലയെ ബാധിക്കുന്നുണ്ട്. വൈകിട്ട് 6 മുതൽ അർദ്ധരാത്രി വരെ നിയന്ത്രണം വേണമെന്നാണ് KSEBയുടെ അഭ്യർത്ഥന. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും ഈദ് നമസ്കാരം നടന്നു. വർണ്ണക്കാഴ്ചയൊരുക്കി പ്രസിദ്ധമായ ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല. ആനയും കാളയും കുതിരയും തേരുമെല്ലാം പൂരപ്രേമികളിൽ ആവേശം നിറച്ചു. പാലക്കാട് തൃശൂർ ദേശീയപാത വഴക്കുംപാറയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി വിനായക്കാണ് മരിച്ചത്. മണ്ണാർക്കാട് റോഡ് നവീകരണത്തിന്റെ മറവിൽ പാടം നികത്തൽ. റോഡിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണിന്റെ കൃത്യമായ കണക്ക് ബോധിപ്പിക്കണമെന്ന് KRFB അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.